അപ്പോൾ നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ. മാളിലൊന്ന് പോയപ്പോൾ ചുമ്മാ ഇത് ബീഫ് പീസസിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് ചെന്നതാണ്. കുറേ നാളായി ബീഫും മട്ടനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു കുട്ടി നോക്കിയപ്പോൾ ബീഫ് കാണുന്നില്ല, മട്ടൻ്റെ കുഞ്ഞു പാക്കറ്റ് കിട്ടി. അത് 217 രൂപക്കാണ് കേട്ടോ ഞാനിത് മേടിച്ചത്. കാരണം അത് ആകെ 214 ഗ്രാമേ ഉള്ളൂ. അതിനാണ് 217.15 റുപ്പീസ് ആയത്. ഇനി നമുക്ക് ഇതിനൊക്കെയുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സ്വന്തമായ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമ്മളൊന്ന് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ കുറച്ചെടുത്ത് മസാല റെഡിയാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ കുതിർത്തിയ കശുവണ്ടി, പിന്നെ ഇതിലേക്ക് ഗരം മസാലകളും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കശുവണ്ടി കുതിർത്തിയ വെള്ളമാണ്. ഇനി നമുക്ക് അത് അരക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ മട്ടൻ ഒന്ന് ഉപ്പും നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കുക്കർ അടപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേപ്പില നമ്മുടെ ഉള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ നമ്മൾ അരച്ച അരപ്പും കൂടി ചേർത്ത് അതൊന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് ഞാൻ ഇച്ചിരി കശുവണ്ടി കുതിർത്തിയ വെള്ളം കൂടി ചേർത്ത് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ പീസുകളിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-15 വിസിലെങ്കിലും എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇത് വേവാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു 5-6 വിസിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കിതിലേക്ക് കിഴങ്ങുകൾ വർഗ്ഗം ബന്ധിൽ ചേർക്കണ്ടേ. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങാണ് നമ്മൾ കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്കത് കുക്കറിൽ അടിച്ച് വെക്കാം. ഈ ഉരുളക്കിഴങ്ങ് വേകാൻ വെറും 2 വിസിൽ മതി. പക്ഷേ മട്ടൻ വേവാൻ കുറച്ചധികം സമയം വേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് 10-15 വിസിൽ ഞാൻ അടുപ്പിച്ചേട്ടോ. അപ്പോഴാണ് ഇതുപോലെ നല്ല സെറ്റപ്പായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുരിഞ്ഞ ഉള്ളി ഒരു ഡെക്കറേഷൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കറി നമുക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് കാഴ്ച അങ്ങോട്ട് തിന്നാം ഗൈസ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട് കേട്ടോ. സൂപ്പർ.